ഇന്ന് നമ്മുടെ വചനചിന്തയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും ബൈബിൾ എടുത്ത് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11. സഹോദരരെ, വായിച്ചാട്ടെ. കർത്താവിൽ സന്തോഷിക്കുവിൻ. ഈ ഒരു കാര്യം തന്നെ വീണ്ടും നിങ്ങൾക്ക് എഴുതുന്നതിൽ എനിക്ക് ഒട്ടും മടുപ്പില്ല. നിങ്ങളുടെ ഭദ്രതയ്ക്കാണ് അത് നല്ലത്. നായ്ക്കളെ സൂക്ഷിക്കുവിൻ, ദുഷ്ടരായ പ്രവർത്തകരെ സൂക്ഷിക്കുവിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുവിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ക്രിസ്തേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എനിക്കോ ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. ജഡത്തിൽ ആശ്രയിക്കാമെന്ന് മറ്റാരെങ്കിലും കരുതുന്നുവെങ്കിൽ എനിക്ക് അതിലധികം. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ, ഇസ്രായേൽ വംശജൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ വെച്ച് എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, തീഷ്ണതയുടെ കാര്യത്തിൽ സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലുള്ള നീതിയെ സംബന്ധിച്ച് അനന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിഷ്ഫലമായി കണക്കാക്കുന്നു. അത് മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പരമമായ ജ്ഞാനനിമിത്തം ഞാൻ എല്ലാം നഷ്ടമാണെന്ന് എണ്ണുന്നു. അവിടത്തേക്ക് വേണ്ടി ഞാൻ സകലവും നഷ്ടമെന്ന് കരുതുന്നു. ക്രിസ്തുവിനെ നേടുവാനും ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന എന്റെ സ്വന്തം നീതിയല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ പ്രാപിച്ച് ക്രിസ്തുവിൽ ആയിരിക്കുവാനും ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടുവാനും അങ്ങനെ ഏതു പ്രകാരവും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കുവാനുമായി ഞാൻ സകലവും ത്യജിച്ച് ശവറ എന്ന് എണ്ണുന്നു. ആമേൻ. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ വേദഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. എൻ്റെ സന്ദേശം ഇന്നതാണ്, കർത്താവിൽ സന്തോഷിപ്പീൻ. പക്ഷെ പിന്നീട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കർത്താവിലെ സന്തോഷം പോയി പോകും. അത് പലപ്പോഴും പറഞ്ഞു കേൾക്കാറില്ല അല്ലേ? ഈ അധ്യായം മുഴുവൻ ഈ ആദ്യം പറഞ്ഞ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, കർത്താവിൽ സന്തോഷിപ്പീൻ. പക്ഷേ കർത്താവിൽ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ താഴെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഉടനെ പറഞ്ഞിരിക്കുകയാണ്, നായ്ക്കളെ സൂക്ഷിപ്പീൻ. നമ്മൾ പലപ്പോഴും ഈ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, ബിവെയർ ഓഫ് ഡോഗ്സ് അല്ലേ, പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇതെന്താ ഈ നായ്ക്കൾ? പെട്ടെന്ന് വായിക്കുമ്പോൾ വിചാരിക്കും പൗലോസ് എന്തിനെക്കുറിച്ചായി പറയുന്നത് അല്ലേ? യഹൂദന്മാരെ അശുദ്ധമായി കണ്ടുകൊണ്ടിരുന്നൊരു മൃഗമാണ് നായ്ക്കൾ. അപ്പം നായ്ക്കൾ എന്ന് പറയുമ്പോൾ പട്ടികളെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ഏതെങ്കിലും വ്യക്തികളെ പട്ടികളെന്ന് വിളിക്കുകയല്ല. അങ്ങനെയും ചിന്തിക്കരുത് കേട്ടോ, തെറി വിളിക്കുകയല്ല ഇവിടെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശരിയായ ദൈവസന്നിധിയിൽ കടന്നു വരാത്തവർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നായ്ക്കൾ ആരാന്നറിയാവോ? ആകാത്ത വേലക്കാരും വിച്ഛേദനക്കാരുമാകുന്നു. അപ്പോൾ അത് പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഇത് ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? യഹൂദ മതത്തിൽ തീവ്രമായ വിശ്വാസത്തിൽ പോകുന്ന ഭക്തന്മാരെ കുറിച്ചായി പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ പരിച്ഛേദനയിൽ പ്രശംസിക്കുന്നവർ. ഞങ്ങളുടെ മതത്തിൻ്റെ ഭക്തിയിൽ ഇങ്ങനെ പോവുകയാണ്, ഞങ്ങളുടെ മതമാണ് ഞങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞു പോകുന്നവർ എന്തു ചെയ്യുന്നില്ല? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല അല്ലേ? അവരെയാണ് നായ്ക്കൾ, ആകാത്ത വേലക്കാർ, വിച്ഛേദനക്കാർ. വിച്ഛേദനം എന്ന് പറഞ്ഞാൽ ജഡത്തെ മുറിക്കുക അല്ലേ? ചിലർ ഈ മതപരമായ ഭക്തി മൂത്തേച്ച് എന്ത് ചെയ്യും? അവരുടെ ദേഹത്തെയൊക്കെ വേദനിപ്പിക്കും അല്ലേ? ചാട്ടവാറ് കൊണ്ട് സ്വന്തമായിട്ട് അടിക്കുന്ന ചില കോൺവെൻറ്റുകളുണ്ട് അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് അപ്പോൾ ദൈവം എന്തോ ഇങ്ങനെ നമ്മൾ ത്യാഗസമ്പൂർണ്ണമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ദൈവം കൂടുതൽ മാർക്ക് തരും അല്ലേ? സ്വന്തം നീതിയിൽ നമുക്ക് വളരുവാൻ കഴിയും. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആളാണ്.
എന്ന് പറയുന്ന ചിലരുണ്ട് അല്ലേ. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലൊരു ശീലമാണ്. പക്ഷേ അതുകൊണ്ട് മുട്ടുകുത്താത്തവനേക്കാളും എൻ്റെ പ്രാർത്ഥന കൂടുതൽ കേൾക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ നായായി, ഈ പറഞ്ഞ നായായി കേട്ടോ. അതുകൊണ്ട് മുട്ടുകുത്തരുന്നതല്ലേ പറഞ്ഞു വരുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതൊരു പ്രവൃത്തിയാക്കി ദൈവം എനിക്ക് കൂടുതൽ മാർക്ക് തരുമെന്ന് ചിന്തിക്കുന്നവരാണ് ഈ വിച്ഛേദനക്കാർ. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ പറയണം, നാമല്ലോ പരിച്ഛേദനക്കാർ. നമ്മളെപ്പോഴാണ് പരിച്ഛേദനയേറ്റേ? ഈ പരിച്ഛേദന എല്ലാവർക്കും അറിയും. മലയാളം ബൈബിളിലെ പല വാക്കുകളും മലയാളികൾക്കേ അറിഞ്ഞുകൂടാ, പിന്നല്ലേ ആന്ധ്രയിൽ നിന്ന് വന്നവർക്ക് അല്ലേ. എന്താ ഈ പരിച്ഛേദനം? ഇംഗ്ലീഷിൽ സർക്കംസിഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ പണ്ടൊരിക്കൽ എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ പാസ്റ്റർമാർക്ക് ഒരു ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ ആദ്യം ഒരു 10 മിനിറ്റ് ക്യൂസ്, എന്താണ് പരിച്ഛേദനം, എന്താണ് സർക്കംസിഷൻ. അപ്പോൾ ഒരു പാസ്റ്ററോട് എഴുതി വെച്ചു, അത് പഴയ കാലത്തുണ്ടായിരുന്ന ഈ തൊലിയിൽ വരുന്നൊരു രോഗമാണ്, ഒരു രോഗമാണെന്ന്. അല്ല, എന്താ ഈ പരിച്ഛേദനം അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ. ആൺകുഞ്ഞുങ്ങളുടെ അഗ്രചർമ്മം മുറിക്കുക അല്ലേ. അത് ഇവിടെ നമ്മുടെ ഭാഷയിലൊക്കെ സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലേ. മുസ്ലിങ്ങളുടെ ഇടയിൽ സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ പരിച്ഛേദന അപ്പോൾ പറയണം നമ്മളെല്ലാം പരിച്ഛേദനക്കാരാണ്, സ്ത്രീകളെ നിങ്ങളും പരിച്ഛേദനക്കാരാണ്. അയ്യോ, അത് നമ്മളെപ്പോഴാണ് പരിച്ഛേദനമേറ്റേ? അവിടെ വായിച്ച ആത്മീയ അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പരിച്ഛേദനമൊന്നും നമ്മളാരും ഏറ്റിട്ടില്ല. സ്ത്രീകൾക്ക് പരിച്ഛേദന പറ്റത്തുമില്ല. എവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പരിച്ഛേദന എന്തായിരുന്നോ സൂചിപ്പിച്ച് ആ ആത്മീയ യാഥാർത്ഥ്യം നമ്മളിൽ നിവൃത്തിയായി. അതെന്തോ ഈ ആത്മീയ അർത്ഥം പരിച്ഛേദനയുടെ അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആത്മാവിനാൽ ദൈവത്തെ ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുകയും ചെയ്യണം. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ആത്മാവിനാൽ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ വെറും ഒരു അക്ഷരത്തിലല്ല ആരാധിക്കുന്നത്, ആത്മാവിനാൽ ആരാധിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, രോമാഞ്ചമൊക്കെ വരണം. ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കണം, യേശു ക്രിസ്തുവിൽ പ്രശംസിക്കണം അല്ലേ. എന്നാൽ ഇതിനോട് ചേർന്ന് പോകാത്തതാണ് 3ാമത്തെ കാര്യം, ജഡത്തിൽ ആശ്രയിക്കരുത്. അപ്പം ജഡത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ഞാൻ മുട്ടുമേന്നൊന്ന് പ്രാർത്ഥിക്കണം, ഞാൻ പരിച്ഛേദനക്കാരനാണ്, ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ മതഭക്തിയിൽ പൂണ്ടവരാണ്, അങ്ങനെ ജഡത്തിൽ ആശ്രയിക്കുമ്പോൾ എന്ത് പറ്റും? യേശു ക്രിസ്തുവിൽ പ്രശംസിക്കാൻ പറ്റും. ഇത് രണ്ടും ചേർന്ന് പോകത്തില്ല. ക്രിസ്തുവിൽ പ്രശംസിക്കുകയാണെങ്കിൽ ജഡത്തിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല, ജഡത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിക്കില്ല. എന്നാൽ മതം എന്തോ പറയുന്നത്? ക്രിസ്തു മതം. ആ രണ്ടും കൂടെ പറ്റുമെന്നേ. അതാണ് ക്രിസ്തു മതം. എന്താണ്? ജഡത്തിലും ആശ്രയിക്കാം, ക്രിസ്തുവിനെയും പുകഴ്ത്താം. അതങ്ങനെ, അത് രണ്ടും കൂടെ പറ്റത്തില്ല. യേശു ക്രിസ്തു എന്നെ രക്ഷിക്കുന്നു, ഞാനും എന്നെ തന്നെ രക്ഷിക്കുന്നു. അങ്ങനെ 2 രക്ഷകം പറ്റത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തു മതവും തെറ്റാണ് അല്ലേ. നമ്മൾ ക്രിസ്തു മാർഗത്തിൽ വന്നവരാണ്, ക്രിസ്തു മതമല്ല. ക്രിസ്തു മതം മനുഷ്യനുണ്ടാക്കി ഈ ബൈബിളെല്ലാം കുളമാക്കി വിഗ്രഹാരാധനയും സ്വയനീതിയും അങ്ങനെ മനുഷ്യന് തന്നെ പുകഴുവാനുള്ള ഒരു സമ്പ്രദായം, ഒരു പാരമ്പര്യമാണ് എന്ത്? ക്രിസ്തു മതം. അത് ഇന്ന് നമ്മൾ മാനസാന്തരപ്പെട്ട് വിട്ടൊഴിയണം. അങ്ങനെ നിങ്ങൾ പലരും അതൊക്കെ വിട്ടൊഴിഞ്ഞു വന്നവരാണ് അല്ലേ. അപ്പോൾ അത് ജഡത്തിൽ ആശ്രയം വെക്കരുത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പരിച്ഛേദനക്കാരാന്ന് പറയുന്നത്. അപ്പോൾ മറന്നു പോകരുത്, ഇതല്ല എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ക്രിസ്തുവിൽ സന്തോഷിക്കണം അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 3 കാര്യങ്ങൾ ചെയ്താലേ ഈ സന്തോഷം നേരെ നിറപടിയായി അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ജഡത്തിൽ ആശ്രയിക്കുന്നവനപ്പോൾ എന്തോ കുഴപ്പം? ക്രിസ്തുവിലുള്ള സന്തോഷം പോകും. ക്രിസ്തു മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന് പറയുന്നവന് പൂർണ്ണമായ സന്തോഷം വരും. അപ്പോൾ ഈ ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ ജഡം എന്ന് പറയുമ്പോൾ എന്തോ സാധാരണ ചിന്തിക്കുന്നത് ഈ എന്തെങ്കിലും മലിനമായത്, അല്ലെങ്കിൽ പാപം, അശ്ലീലത, അസന്മാർഗിക പ്രവർത്തികൾ അല്ലേ. നമ്മൾ എല്ലാവരും ഈ ജഡം, അവനൊരു ജഡീകനാണ് ആ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ചിന്തിക്കും? കഞ്ചാവ് അടിച്ച് അല്ലേ, രാത്രി പാർട്ടിയൊക്കെ കൂടി ഇച്ചിരി മദ്യമൊക്കെ കഴിച്ച് നടക്കുന്ന ഒരാളാണ്. എന്നാൽ ഒരു വലിയ ഭക്തൻ പോകുന്നു, തീർത്ഥാടന യാത്രയ്ക്കായി പോകുന്നു, 40 ദിവസം മുട്ടുമേൽ നിന്ന് അങ്ങ് റോം വരെ നടക്കാൻ പോകുന്നു. നമ്മൾ പറയും ഒരു ജഡീകം പോകുന്നു എന്ന് പറയും. നമ്മൾ പറയത്തില്ല, നമ്മൾ പറയും ഭക്തൻ പോകുന്നെന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് തൊട്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അല്ലേ
എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഞാൻ മദ്യം കുടിക്കുന്നു, കഞ്ചാവ് കഴിക്കുന്നു, കറങ്ങി നടക്കുന്നു, അതൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വകയുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. അയ്യോ, ഇതൊക്കെയാണോ അപ്പോൾ ജഡത്തിലെ ആശ്രയം? ഇതൊക്കെയാണ് ജഡത്തിൻ്റെ ആശ്രയം, അല്ലേ? എന്താ അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്നാമത് പറഞ്ഞിരിക്കുക 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ. ഈ 8-ാം നാളാണ് പരിച്ഛേദനയേക്കേണ്ട ദിവസം, അല്ലേ? യഹൂദ ബാലന്മാരെ പരിച്ഛേദന ചെയ്യുന്നത് അവർ ജനിച്ച 8-ാം നാളിലാണ്. അപ്പോൾ 8-ാം നാളിൽ തന്നെ ഞാനത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ മതപരമായ അനുഷ്ഠാനങ്ങളിൽ വളരെ കൃത്യമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാണ്, അല്ലാതെ 10-ാം നാളല്ല, അല്ലേ? വചനം പറഞ്ഞിരിക്കുന്ന അതുപോലെ ഞാൻ അനുഷ്ഠാനങ്ങളിൽ മുഴുകിയവനായിരുന്നു. അതാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, മതപരമായ അനുഷ്ഠാനങ്ങളിൽ കൃത്യത. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതൊക്കെ? ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇബ്രായരിൽ നിന്ന് എബ്രായൻ എന്ന് പറഞ്ഞാൽ കുടുംബ പാരമ്പര്യം. ഞാൻ ജന്മന നല്ല പാരമ്പര്യവും പൈതൃകവും ഉള്ളവനാണ്. ഉണ്ടോ? കുടുംബ പാരമ്പര്യം. പിന്നെ പറഞ്ഞിരിക്കുകയാണ് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായിരുന്നു, ശുഷ്കാന്തി സംബന്ധിച്ച് സഭ, അതായത് എൻ്റെ മതത്തിനെതിരെ വരുന്നവരെ ഞാൻ അടിക്കാൻ പോകുമായിരുന്നു. പിന്നെ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് 10 കൽപ്പന സംബന്ധിച്ച് എൻ്റെ മനസാക്ഷിയിൽ ഒരു കുത്തുമില്ല, ഞാൻ അനിന്യനായിരുന്നു. കേട്ടോ? അതായത് തൻ്റെ മതപരമായ ഭക്തി, മതപരമായ ഭക്തിയിൽ താൻ നല്ല തികവുള്ളവനായിരുന്നു. പരീശനായിരുന്നു, തൻ്റെ മതത്തിനെതിരെ വരുന്നവരെ ഉപദ്രവിക്കുന്നവനായിരുന്നു, മതപരമായി അവരുടെ കൂട്ടം പറഞ്ഞിരുന്ന നീതി നല്ല രീതിയിൽ പാലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? മതപരമായ അനുഷ്ഠാനങ്ങളിൽ കൃത്യത, കുടുംബ പാരമ്പര്യവും പൈതൃകത്തിലും വളരെ മഹത്വമുള്ളവൻ. 3-മതായിട്ട് മതപരമായ ഭക്തി അല്ലെങ്കിൽ ഭക്തിയുടെ പ്രവൃത്തികളിൽ അനിന്യൻ. ഇങ്ങനെയുള്ള ആളാണ് എന്തെന്ന് പറയുന്നത്? ജഡീകൻ. നമ്മൾ സാധാരണ ഇവരെ ഒന്നും ജഡീകൻ എന്നൊന്നും വിളിക്കത്തില്ല, പക്ഷെ ഇതാണ് ജഡത്തിൽ ആശ്രയം വെക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ജഡത്തിൽ ആശ്രയം വെക്കുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദിക്കാം. നമ്മൾ ജഡത്തിൽ ആശ്രയം വെക്കുന്നുണ്ടോ? മതപരമായ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ ആശ്രയം വെക്കുന്നുണ്ടോ? അത് വീമ്പ് പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ടോ? 2-മതായിട്ട് കുടുംബ പാരമ്പര്യം. ഞാൻ തോമാസ് ലീഹ വന്ന് മുഖ്യ കുടുംബത്തിൽ നിന്നാണ് പലരും വന്ന് പറയാറുണ്ട്, അല്ലേ? ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേ ഈ സംഭവമൊക്കെ അറിയുന്നത്. ഇങ്ങനെയൊക്കെ ചില കീഴ്വഴക്കങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന്, അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു പത്രം ഞാൻ വായിച്ചപ്പോഴേ, വിശ്വാസി പത്രം, താഴെ ഈ കല്യാണക്കോളം, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ നോക്കിയത്, പക്ഷേ വായിക്കുമ്പം സുറിയാനി പെന്തക്കോസ്, അതേതവനാ. അപ്പം ബാക്കിയുള്ളവരൊക്കെ അങ്ങ് ഇറ്റലിയിൽ നിന്നാണ് വന്നത്. നമ്മളെല്ലാം അറബിക്കും അങ്ങനെ വല്ലതും ഉണ്ട്. സുറിയാനി പെന്തക്കോസ്, അതായത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാല് കിടക്കും, അല്ലെ? നിങ്ങൾ ഈ അറവ് കടകളിൽ ഇറച്ചി വാങ്ങിക്കാൻ പോകുമ്പോൾ അറിയാലോ, ഈ ചെമ്മരി ആടാണോ മറ്റേ ആടാണെന്ന് അറിയാൻ വേണ്ടി വാല് മാത്രം കട്ട് ചെയ്തിട്ടിരിക്കും. അത് തന്നെ ഇപ്പോഴും, അല്ലേ? ഹിന്ദു കൺവേർട്ട്. ഇതൊക്കെ എവിടുന്നാണ് ഇതൊക്കെ പറയുന്നത്? എല്ലാവരും പണ്ട് പാപിയായിരുന്നു, ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു. അല്ലാതെ പണ്ട് സുറിയാനി ആയിരുന്നു, അല്ലേ? ഇങ്ങനത്തെ കുടുംബ മഹിമയും പൈതൃകത്തിൽ ഇപ്പോഴും വലിയ ആശ്രയം വെക്കുന്നവരെന്തുവാ? പൗലോസിൻ്റെ ഭാഷയിൽ നായ്ക്കളാ. സൂക്ഷിച്ചു കൊള്ളുക. ചില സഭകളുടെ മുമ്പിലൊക്കെ ഇതും വെക്കണം, നായ്ക്കളുണ്ട് സൂക്ഷിക്കുക. ഇവർ പൂർണ്ണമായിട്ട് ക്രിസ്തുവിലല്ല പ്രശംസിക്കുന്നത്, പഴയ വാലിലൊക്കെ ഇപ്പോഴും പ്രശംസയുണ്ട്, അല്ലേ? അല്ലേ? എനിക്ക് പലപ്പോഴും പറയാൻ തോന്നിയിട്ടുണ്ട്, എൻ്റെ തറവാടെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവോ? അതൊക്കെ കൊണ്ട് കുഴിച്ചു മൂടണം. അതൊന്നും കൊണ്ടൊരു രക്ഷയില്ല, അല്ലേ? കുടുംബ പാരമ്പര്യത്തിൽ നമ്മൾ പുകഴരുത്. അടുത്തത് മതപരമായ ഭക്തി, അല്ലേ? ഞാനൊരു പരീശനായിരുന്നു. പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ നിങ്ങൾക്ക്? ആ വാക്ക് അരമ്യ ഭാഷയെന്നാണ് ആ വാക്ക് വരുന്നത്. പരീശൻ എന്ന് പറഞ്ഞാൽ വേർപാടുകാരൻ. നമ്മുടെ വിശ്വാസി സഭകളൊക്കെ ചിലപ്പോൾ പറയും നമ്മൾ വേർപാടുകാരാണ്, അല്ലേ? ഞങ്ങളങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് സ്വർണ്ണമൊക്കെ ഊരി ഞങ്ങൾ വേർപാടുകാരാണെന്ന് പറയും. ഈ വേർപാടെന്നുള്ള വാക്കാണ് ഈ പരീശൻ. അതായത് യഹൂദ സമൂഹം വചനത്തിൽ നിന്ന് നീങ്ങിപ്പോയ സമയത്ത് വചനമൊക്കെ പാലിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടരായിരുന്നു അവർ. ഒരു വിയോജിത കൂട്ടർ എന്ന് പറയാം, ഒരു വേർപാടുകാരൻ. ഞങ്ങൾ മറ്റുള്ളവരെ പോലെ അങ്ങനെ വചനത്തിൽ നിന്നും അങ്ങനെ മാറി നടക്കുന്നവരല്ല, വചനത്തിനു വേണ്ടി തീക്ഷ്ണമായി നിൽക്കുന്നവരാണെന്ന്. അതാണ് പരീശൻ, അല്ലേ? പിന്നെ അവൻ മറ്റുള്ളവരെ കയറിയൊക്കെ ഉപദ്രവിക്കും.
എൻ്റെ മതത്തിനെതിരെ വരുന്നവരെയൊക്കെ ഞാൻ തീക്ഷ്ണതയോടെ എൻ്റെ മതത്തെ ഞാൻ പാലിച്ചു പോയവനായിരുന്നു, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനായിരുന്നു. കണ്ടോ, അങ്ങനെയുള്ളവനാണ് ജഡീകൻ. അതാണ് ജഡത്തിലെ ആശ്രയം. അത് പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ക്രിസ്തുവിൽ പ്രശംസിക്കുകയാണെങ്കിൽ ജഡത്തിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല, ജഡത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നില്ല. ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. അതാണ് മതവും ക്രിസ്തുവും ചേർന്ന് പോകത്തില്ല, അല്ലേ? മതം, ഏത് മതം എടുത്തോ മതത്തിനകത്തെ ഈ എന്താ പറയുക, നിഗൂഢമായി കിടക്കുന്ന ഉദ്ദേശം എന്താണ്? മനുഷ്യനൊന്ന് പുകഴണം. അത് മതം സാധാരണ പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവമാണെന്നൊക്കെ പറയും. പക്ഷേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യന് പുകഴുവാൻ. ഇതൊക്കെ ചെയ്ത് പോയിൻ്റൊക്കെ നേടി മേളി വരാം, അല്ലേ? എന്നാൽ സുവിശേഷം മനുഷ്യൻ താഴ്ന്ന് എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, നീ തന്നെ എല്ലാം ചെയ്യണമെന്ന് ഏറ്റു പറയണം, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല, അല്ലേ? പണ്ട് വയലാർ പാടിയല്ലോ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഇത് മനുഷ്യൻ സൃഷ്ടിച്ചല്ല. കാരണം ഇതിനകത്ത് മനുഷ്യന് പുകഴാൻ ഒന്നുമില്ല. നീ തന്നെത്താൻ താഴ്ത്തി, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നീ തന്നെ എന്നെ രക്ഷിച്ചു എന്ന് ഏറ്റു പറയണം. മനുഷ്യൻ്റെ ജഡത്തിന് പുകഴുവാൻ ഒന്നുമില്ല, ഒരു വകയില്ലാത്തതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. അതുകൊണ്ട് നമ്മൾ കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ ജഡത്തിൽ ആശ്രയിക്കാതെ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ജഡത്തിൽ എനിക്ക് ആശ്രയിക്കുവാൻ വകയുണ്ടെങ്കിലും, അതാണ് 7-ാമത്തെ വാക്യം, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം അല്ലെങ്കിൽ നഷ്ടം എന്ന് എണ്ണിയിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മതപരമായ ഭക്തി ഉണ്ടായിരുന്നിരിക്കാം, നമ്മുടെ പശ്ചാത്തലം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, നമ്മൾ നല്ല കുടുംബത്തിൽ ജനിച്ചതായിരിക്കാം. അതൊക്കെ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? അതും കൂടെ നമ്മൾ പഠിക്കണം. ജഡത്തിൽ ആശ്രയിക്കാൻ വകയുള്ളപ്പോഴാണ് ഈ പ്രലോഭനം. ആ പ്രലോഭനം വരുമ്പോൾ എന്ത് ചെയ്യണം? യേശുവിൽ മാത്രം ആശ്രയിച്ച് യേശുവിൽ മാത്രം നമ്മൾ പ്രശംസിക്കണമെന്ന് പറയുമ്പോൾ ഇത് ചെയ്യാൻ പഠിക്കണം, അല്ലേ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നതിനെ എണ്ണുന്നു. കേട്ടോ, അതൊരു താരതമ്യം ചെയ്തിട്ടാണ്. ക്രിസ്തുവിനെ നോക്കിയിട്ട് ഇതിനെ നോക്കുമ്പം ഇതിനെ ഞാൻ ഛേദം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല, അല്ലേ? ലാഭവും ഛേദവും, അല്ലെ? പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഛേദം എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, നഷ്ടം, ലോസ്, അല്ലേ? നമ്മൾ ഈ ലെഡ്ജർ എഴുതുന്നറിയോ, കണക്ക് പുസ്തകം, ഇപ്പുറത്ത് പ്രോഫിറ്റ് ഇപ്പുറത്ത് ലോസ്, അല്ലേ? അങ്ങനെ എന്തോന്ന് തോന്നുന്നു, കോമേഴ്സ് പഠിച്ചവർക്കറിയാം, അല്ലേ? ഇവിടെ നമ്മൾ നമ്മുടെ എല്ലാ മതപരമായ എല്ലാം കൂടെ എഴുതി, ഇപ്പുറത്ത് ആരെ എഴുതി? ക്രിസ്തുവിനെ എഴുതി. ക്രിസ്തുവിനെ എഴുതിയത് കണ്ടുവെച്ചാൽ അയ്യേ ഇതെന്തോന്ന്, ഇത് വെറും നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞ് എഴുതിക്കളയണം. ഇതിന് അങ്ങനെ കളഞ്ഞോ? അതാണ് ഈ കുഴപ്പം. നമ്മൾ പലരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ മതത്തിൻ്റെ ഒരു ആത്മാവ് നമ്മളിൽ കാണും. അതാണ് ഈ കുഴപ്പം. അത് കളയാൻ പഠിക്കണം. ക്രിസ്തുവെന്ന് ഓർത്തുകൊണ്ടല്ലേ, ക്രിസ്തു നിമിത്തം. അടുത്ത വാക്യത്തിൽ പറഞ്ഞോട്ടെ, എൻ്റെ കർത്താവായ ക്രിസ്തയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത. ആ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചിന്തിക്കേണ്ടതാണ്. പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ, അവൻ്റെ അറിവ് ഞാൻ ആലോചിക്കുമ്പോൾ, അവൻ്റെ ശ്രേഷ്ഠത ചിന്തിക്കുമ്പോൾ, അല്ലേ? അത് ചിന്തിക്കുമ്പോൾ ഇത് നഷ്ടമെന്ന് എണ്ണാൻ പഠിക്കണം. അപ്പം നിങ്ങളോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയോ? മതപരമായ ഭക്തിയും അനുഷ്ഠാനങ്ങളും കുടുംബ മഹിമയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്തിട്ട് യേശു ക്രിസ്തുവാണ് ശ്രേഷ്ഠൻ എന്ന് ബോധ്യപൂർവം എണ്ണിയോ? എങ്കിലേ നമ്മൾ കർത്താവിൽ എന്ത് കണ്ടെത്തുള്ളൂ? സന്തോഷം കണ്ടെത്തും. നമ്മുടെയൊക്കെ വിചാരം ചുമ്മാ ഒരു മീറ്റിങ്ങിന് പോയി അങ്ങ് ബഹളം വെച്ചാൽ സന്തോഷം വരുമെന്ന്. നേരത്തെ ആൻറ്റി വായിച്ച വാക്യത്തിനോട്, നിൻ്റെ കൽപ്പനകളെ ഓർക്കുമ്പോൾ, എൻ്റെ വചനത്തിലൂടെയാണ് എനിക്ക് രോമാഞ്ചം വരുന്നത്. വചനപ്രകാരം ഞാൻ നടക്കുമെങ്കിൽ, ഇപ്പോൾ വചനം തന്നെ പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് സന്തോഷം വേണോ? കർത്താവിൽ സന്തോഷം വേണമെങ്കിൽ ഈ ജഡത്തിലെ ആശ്രയം നിർത്തണം. മതപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ഉള്ള എല്ലാ മഹിമയും ചവറന്നെണ്ണണം. അതിന് ക്രിസ്തുവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യണം. അപ്പോൾ പലപ്പോഴും താരതമ്യം ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, അല്ലേ? ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പട്ടത്തുള്ള എൻ്റെ അയൽക്കാരനെയും നിങ്ങളുടെ അയൽക്കാരനെയും താരതമ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങൾക്കറിയാം, അയാൾ കൊള്ളാവുന്നോ കൊള്ളൂലെന്നോ. ഇതാരാ എൻ്റെ അയൽക്കാരൻ? നിങ്ങൾ എൻ്റെ വീട് പോലും കണ്ടിട്ടില്ല, പിന്നല്ലേ എൻ്റെ അയൽക്കാരൻ, അല്ലേ? അറിഞ്ഞൂടാത്തൊരു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും അറിയുന്ന മതത്തിൻ്റെ ശ്രേഷ്ഠതയും കൂടെ എങ്ങനെ താരതമ്യം ചെയ്യും? അതുകൊണ്ടാണ് വചനം ധ്യാനിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, എനിക്ക് യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തി തരണം. വചനം പഠിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ്, യേശുവിനെ വെളിപ്പെടുത്തി തരണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം.
അത് മനസ്സിലാകാത്തവരാണ് അപ്പോൾ എന്തോന്നിൽ പോയി കിടക്കുന്നത്? മതത്തിൽ പോയി കിടക്കുന്നത്. അല്ലേ? ഈ പറയുന്ന വിഗ്രഹ ആരാധനയും തീർത്ഥാടനവും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നവർ ഇപ്പോഴും ജഡത്തിൽ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊരു വെളിപ്പാട് ലഭിച്ചിട്ടില്ല അവർക്ക്. ക്രിസ്തു മാത്രം മതി. നമ്മൾ നേരത്തെ പാടിയല്ലോ, നീ മാത്രം മതി, എനിക്ക് ഏതു നേരത്ത് വന്ന് ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ അവൻ മതിയായവനാണെന്ന് അറിയണം ആദ്യം. അത് നീ മതിയായവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും, നീ മാത്രം മതി എനിക്ക്. കേട്ടോ? അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണം. അങ്ങനെ പൗലോസ് മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അതെനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോഴും, അതായത് രക്ഷിക്കപ്പെട്ട ആ ദിവസം മാത്രമല്ല, ഇപ്പോഴും. അതായത് മതത്തിൻ്റെ ആത്മാവ് എന്നിലില്ല. ചിലർ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പം രക്ഷിക്കപ്പെട്ടതിൽ അഹങ്കരിക്കും. കണ്ടിട്ടുണ്ടോ? ഇപ്പം തന്നെ പരിച്ഛേദനയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പരിച്ഛേദന എന്തിനാണ് ദൈവം കൊടുത്തത്? ജഡം മുറിക്കുന്നു. നീ ജഡത്തിൽ ആശ്രയം വെക്കരുന്നായിരുന്നു പരിച്ഛേദനയുടെ ആത്മീയ അർത്ഥം. പക്ഷേ യഹൂദന്മാരെന്ത് ചെയ്തു? പരിച്ഛേദന തന്നെ ജഡത്തിൻ്റെ വലിയ ബാഡ്ജാക്കി മാറ്റി. ഞങ്ങൾ പരിച്ഛേദനക്കാർ, നിങ്ങൾ ജാതീയരൊന്നും പരിച്ഛേദന ഏറ്റിട്ടില്ല. കണ്ടോ? പണ്ടൊരിക്കലെ എൻ്റെ ഒരു സഹോദരൻ, ഒരു സുഹൃത്ത്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള എല്ലാ സഭകളെയും വിളിച്ചു കൂട്ടി. സഭകളെന്ന് പറയുമ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് സഭകളെ മാത്രം വിളിച്ചു കൂട്ടി. അതിനകത്ത് സാമുദായിക പള്ളികളുണ്ട്, നമ്മുടെയൊക്കെ പോലത്തെ വിശ്വാസ സഭകളുണ്ട്. എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി അവിടുത്തെ യൗവനക്കാർക്ക് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി. അതുപോലൊരു അനുഭവം വേറെ ഇല്ല. അപ്പോൾ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ അവസാനം എത്തി, ഫൈനൽസ് എത്തി. അപ്പോൾ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരു മാർത്തോമ സഭ ടീമാണ്. അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. നല്ല കുട്ടികൾ, വളരെ വിനയവും സ്നേഹവും ഒക്കെ ഉള്ളവർ. അപ്പോൾ അവർ വലിയ കളിക്കുന്നവരാണെന്ന് ജാടയില്ല. എന്നാൽ ആ ഫൈനൽസിൽ ഇപ്പുറത്ത് വന്നിരിക്കുന്നത് വേർപാടുകാർ, വിശ്വാസികൾ, അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നവർ. അപ്പോൾ ഫുട്ബോളിനിടയിൽ നമുക്കറിയാമല്ലോ തർക്കമൊക്കെ വരും. അങ്ങനെ ഒരു തർക്കം വന്നപ്പം ഈ സോ കോൾഡ് വിശ്വാസികൾ വിളിക്കും, നിങ്ങൾ സ്നാനപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ, നിങ്ങൾ ശിശു സ്നാനത്തിൻ്റെ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ ഫുട്ബോളിനിടയിൽ എന്തോ സ്നാനം? ഞങ്ങൾ സ്നാനപ്പെട്ട, അതുകൊണ്ടെന്തോ? നിങ്ങൾ തെറ്റ് കാണിച്ചാൽ നിങ്ങൾ തോറ്റു. അപ്പോൾ എൻ്റെ സഹോദരനായിരുന്നു എൻ്റെ റെഫറി, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത്. അപ്പോൾ കണ്ടോ, സ്നാനം അഹങ്കാരത്തിൻ്റെ ആധാരമായി. എന്തോ സ്നാനം? പഴയ മനുഷ്യൻ മരിച്ചു, രക്ഷ പ്രാപിക്കാൻ എൻ്റെ ജഡത്തിലൊരു ഗുണവും ഇല്ല, ക്രിസ്തുവുമായിട്ട് ഏകീഭവിച്ചാലേ എനിക്ക് രക്ഷയുള്ളെന്ന് താഴ്മയോടെ ഏറ്റുപറയുന്ന, ക്രിസ്തുവിനോട് ചേരുവാനുള്ള മുഖാന്തരമാണ് സ്നാനം. അതെടുത്തിപ്പോൾ എന്താക്കി? ഞങ്ങളൊക്കെ സ്നാനപ്പെട്ടവരും നിങ്ങളൊക്കെ. അപ്പോൾ കണ്ടോ, മനുഷ്യൻ്റെ ജഡം ഇതാണ്. നല്ലതിനെയും എടുത്ത് പുകഴുവാനുള്ള മുഖാന്തരമാക്കി മാറ്റും, അഹങ്കരിക്കാനുള്ള മുഖാന്തരമാക്കി മാറ്റും. ഞങ്ങൾക്ക് അഭിഷേകം പ്രാപിച്ചവർ, നിങ്ങളൊന്നും അഭിഷേകം പ്രാപിച്ചവരല്ലല്ലോ. കണ്ടോ, ഇതായി കുഴപ്പം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, രക്ഷിക്കപ്പെട്ട ഒന്നാം നാൾ ഇതെല്ലാം ചെയ്തെന്നല്ല, ഇപ്പോഴും, അതാണ് ആ ഇപ്പോളിൻ്റെ അർത്ഥം. ഇപ്പോഴും, ഈവൻ നൗ, ഇപ്പോഴും ഞാൻ ചവർന്ന് തന്നെ ഈ മതപരമായ പ്രവർത്തികളെയും ജഡത്തിലുള്ള ആശ്രയത്തെയും ചവർന്ന് തന്നെ എണ്ണിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെയാണോ? അതോ രക്ഷിച്ച ഓരോരോ അനുഭവങ്ങളൊക്കെ കൂടുന്തോറും അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്? ഒരുപാട് വിശ്വാസികൾ ഞാൻ അങ്ങനെ കാണാറുണ്ട്. അവർക്ക് അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ മറ്റ് സഭകളെക്കാളൊക്കെ വലുതായല്ലോ, ഞങ്ങളതെല്ലാം വിട്ടേച്ചിറങ്ങിയല്ലോ, അവരെല്ലാം ഇപ്പോഴും അന്ധകാരത്തിലാണല്ലോ, അല്ലേ? പണ്ടൊരിക്കൽ ഒരു ജോൺ ന്യൂട്ടൻ അമേസിങ് ഗ്രേസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇംഗ്ലീഷിലെ വലിയ ഫേമസ് ഒരു പാട്ടാണ്. ആ പാട്ട് എഴുതിയ പുള്ളി ഒരു കാര്യം പറഞ്ഞു. കാഴ്ച കിട്ടിയ ഭർത്തിമായി, കാഴ്ച കിട്ടിയ ഭർത്തിമായി, കാഴ്ച എങ്ങനെ കിട്ടിയ ഭർത്തിമായിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം, യേശു പറഞ്ഞു നിനക്ക് വരട്ടെ എന്ന്. ഈ കണ്ണ് കിട്ടിയ ഭർത്തിമായി വടിയെടുത്തോണ്ട് പോയി, പിന്നെ നാളെ മുതൽ, അടുത്ത ദിവസം മുതൽ അവിടെയുള്ള എല്ലാ കുരുടന്മാരുടെ തല, നിനക്കൊന്നും കണ്ണ് കാണുന്നില്ലല്ലേടാ, നിനക്കൊന്നും കണ്ണ് കാണുന്നില്ലടാ, എനിക്ക് കാണാമെന്ന് പറഞ്ഞാൽ എന്താ പറയും? കൃപയാൽ ലഭിച്ചതിൽ അഹങ്കരിക്കുന്നു. നമ്മളും അങ്ങനല്ലേ? കൃപയാൽ നമ്മുടെ കണ്ണൊക്കെ തുറന്ന് യേശു ആരാന്ന് മനസ്സിലാക്കി. പക്ഷെ നമ്മൾ പോയിട്ട് അവിശ്വാസികൾക്കിട്ട് അല്ലെങ്കിൽ സമുദായ പള്ളി ഇരിക്കുന്നവർക്ക് അടി കൊടുക്കുക, നിനക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലേടാ, നീയൊക്കെ മണ്ടന്മാർ, കൃപയാൽ ലഭിച്ചതാ. അതാ പറഞ്ഞു, ഇപ്പോഴും ജഡത്തിൽ ആശ്രയിക്കുന്നത് ഞാൻ ചവറെന്നെണ്ണുന്നു, ഛേദമെന്നെണ്ണുന്നു. ഇനി ഈ ക്രിസ്തുവിൽ സന്തോഷം പ്രാപിക്കുവാൻ നമ്മളിതെല്ലാം, ഈ 3 കാര്യങ്ങൾ ചെയ്യണം. ഏതൊക്കെ 3 കാര്യങ്ങൾ? യേശുവിൽ തന്നെ പ്രശംസിച്ച് ആത്മാവിനാൽ ദൈവത്തെ ആരാധിച്ച് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കണം. ഇങ്ങനെ നമ്മൾ പോയാൽ ഉണ്ടാകുന്ന 3 അനുഭവങ്ങളാണ് ഇനി പറഞ്ഞിരിക്കുന്നത് 9 മുതൽ. അതിന് ആദ്യം പറഞ്ഞിരിക്കുക, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. അപ്പോൾ സാധാരണ മലയാളം ട്രാൻസ്ലേഷനിൽ പിന്നെ അങ്ങ് കഥ പോലെ പോയിരിക്കും, ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ല പൗലോസ്. 3-4 സെൻറ്റൻസ് അതിനകത്തുണ്ട്. അത് യവന ഭാഷയുടെ, അത് പൗലോസിൻ്റെ കുഴപ്പമല്ല, യവന ഭാഷ അങ്ങനെ ഒരു ഭാഷയാണ്.
ഒരു 10 സെൻറ്റൻസ് ഒരു സെൻറ്റൻസായിട്ട് നമുക്ക് എഴുതാം. എഫീഷ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒരു വാചകമാണ്, ഒരു സെൻറ്റൻസാണ് യവന ഭാഷയിൽ. അത് യവന ഭാഷയെ പറ്റും. പക്ഷേ നമ്മുടെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തവരും വിചാരിച്ചാൽ എന്നാൽ പിന്നെ ഞങ്ങളും അതൊരു സെൻറ്റൻസ് ആക്കി കളയാം. അപ്പോൾ വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. 10 സെൻറ്റൻസും കൂടെ ഒരു സെൻറ്റൻസ് ആക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഉയ്യോ, ഇതെന്തോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ മുറിക്കണം. അപ്പോൾ മുറിക്കുന്നതിന് മുമ്പേ അങ്കിൾ വായിച്ച ട്രാൻസ്ലേഷനിൽ അത് ഇഷ്ടപ്പെട്ടു എനിക്കത്. എന്നാലും നിങ്ങളൊക്കെ നോക്കുന്ന ട്രാൻസ്ലേഷൻ ഏതാ എനിക്കറിയണം. എന്നാലും ആ 9-ാമത്തെ വാക്യവും 11-ന്റെ അവസാനം കൂടെ ചേർത്ത് വായിക്കണം. അതിനിടയ്ക്കുള്ളത് നമുക്ക് പിന്നീട് എടുക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഏറ്റവും അവസാനം 11-ന്റെ അവസാനം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. കണ്ടോ? എല്ലാവരും കണ്ടോ? 9-ന്റെ ആദ്യം ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, 11-ന്റെ അവസാനം അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. കണ്ടോ? അപ്പോൾ അവനെ നേടണമെങ്കിൽ, ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് നേടി അവനിൽ വസിച്ച് അവനിൽ സന്തോഷം കണ്ടെത്തണമെങ്കിൽ ക്രിസ്തുവുമായിട്ട് മത്സരിക്കുന്ന എല്ലാത്തിനെയും ഞാൻ ഉപേക്ഷിച്ച് ചവറന്നെണ്ണണം. വിശേഷാൽ എൻ്റെ ജഡം, എൻ്റെ ജഡത്തിലുള്ള ആശ്രയം, എൻ്റെ മതം, എൻ്റെ സ്വയനീതി, അല്ലേ, അത് ഞാൻ വിട്ടുകളയാൻ പഠിക്കണം. അത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുകഴാൻ പിന്നെ ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. എന്നിൽ പുകഴുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തുവിലല്ല പുകഴുന്നത്. പറയുന്നത് മനസ്സിലാണ്ടോ? ക്രിസ്തുവിൽ പ്രശംസിക്കണമെങ്കിൽ ഞാൻ ബാക്കി എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ചവറെന്നെണ്ണണം. ഈ മലയാളം ബൈബിളിൽ നമുക്കൊക്കെ വായിക്കാൻ യോഗ്യമായിട്ട് അത് ചവറെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ മൂലഭാഷയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? വിസർജനം എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മലമെന്നെണ്ണുന്നു. അത് നമുക്ക് ബൈബിളിൽ എഴുതി വെച്ചാൽ അത് അയ്യോ സൺഡേ രാവിലെ ഇതൊക്കെ എങ്ങനെ വായിക്കും അല്ലേ? എന്തോന്നിനെ ഈ മലമെന്നെണ്ണുന്നേ? മതപരമായ അനുഷ്ഠാനങ്ങളും അല്ലേ, കുടുംബ മഹിമയും. അയ്യോ ഞങ്ങൾ സുറിയാനികളാന്ന് പറയുന്നത് അപ്പം മലവാ അല്ലേ? ആ മലവാ. അയ്യോ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ പ്രസംഗിച്ച അടി കിട്ടും അല്ലേ? ഞാനൊരു അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ വെച്ച് കീച്ചും. എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം നിങ്ങളെക്കാളെല്ലാം കൂടിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അത് ഞാൻ എല്ലായിടത്തും വിളിച്ച് പറയാറില്ല. അതുകൊണ്ട് എനിക്കിത് പറയാം, ഞാൻ അതിനേക്കാളും വലിയ മലത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് വിളിച്ച് പറയാം, ഇത് മലമാണ്. സുറിയാനി ഏതോ അപ്പൂപ്പം വന്ന് ആരെയോ മുക്കിയെന്ന്. തോമാസ് ലീഹ വന്നോന്ന് തന്നെ സംശയമാണ് ചരിത്രപരമായി. വന്നെങ്കിൽ തന്നെ മുക്കിയോ എന്നുള്ളത് അതിനേക്കാളും വലിയ സംശയം. അപ്പോഴാണ് മുക്കിയപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന പാരമ്പര്യം പറഞ്ഞുകൊണ്ടുള്ള ഈ മലത്തിലുള്ള പുകഴ്ച അല്ലേ? പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മതപരമായ ഭക്തി അല്ലേ? വളരെ വേർപാടുകാരനായിരുന്നു, തീക്ഷ്ണമായിട്ട് അനുസരിക്കുന്നവനായിരുന്നു അല്ലേ? ഞാൻ എല്ലാ നോമ്പും നോക്കുമായിരുന്നു, ഞാൻ എല്ലാ ഓർമ്മ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു, ഞാൻ കൊന്ത ഉപയോഗിക്കുമായിരുന്നു അല്ലേ? 10,000 പ്രാവശ്യം ഞാൻ ഉരുവിടുമായിരുന്നു. ഇതെല്ലാം അപ്പോസ്തലൻ. തോമാസ് ലീഹ പോലെ തന്നെ വേറൊരു സ്ലീഹയായത് ബൈബിളിൽ തന്നെ. ഇതൊക്കെ മലമെന്ന് ഞാൻ എണ്ണുന്നു. അപ്പോസ്തലനെ അത് മലമെന്നാണ് നമ്മൾ അതിനെ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവുമായിട്ട് മത്സരിക്കുന്ന മനുഷ്യൻ്റെ ജഡം, മതം ഉപേക്ഷിക്കണം അല്ലേ? ഇങ്ങനെ ചെയ്താലേ എനിക്ക് ക്രിസ്തുവിനെ നേടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്നു. അതിന് ഇടയ്ക്കുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. 10 അങ്ങനെ അവനെ ഞാൻ നേടേണ്ടതിന് 9-ാമത്തെ വാക്യം, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കണം. ഇതാണ് വലിയൊരു സത്യമാണിത് അല്ലേ? അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, ഈ പണ്ട് പരീശനായിരുന്നവൻ പറയുകയാണ്, എനിക്ക് സ്വന്തം നീതി വേണ്ടെന്ന്. അതേതാ ഈ സ്വന്തം നീതി? ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന, അതായത് 10 കൽപ്പനകൾ ഞാൻ സ്വന്തമായിട്ട് അനുസരിച്ച് എനിക്ക് നീതിമാനെന്നുള്ള പദവി വേണ്ടെന്ന്. അയ്യോ, അനുസരണം വേണ്ടെന്നാണോ ഈ പഠിപ്പിക്കുന്നത്? അനുസരണം വേണ്ടെന്നല്ല, സ്വന്തം നീതി വേണ്ട. ഞാൻ സ്വന്തമായിട്ട് അങ്ങോട്ട് അധ്വാനിച്ച്, കർത്താവെ 10 കൽപ്പനയിൽ ഒരു 7 ഞാൻ അനുസരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഈ നീതി ഉണ്ടല്ലോ അല്ലേ? സാധാരണ ഒരു മതത്തിൽ പോകുന്ന ഒരാളോട് ചോദിച്ചാൽ എന്തോ പറയും? നിങ്ങൾ സ്വർഗത്തിൽ പോവോ? കുഴപ്പമില്ല, സ്വർഗത്തിലൊക്കെ പോകായിരിക്കും. ഞാൻ പോയില്ല പിന്നെ ആര് പോവാൻ അല്ലേ? എല്ലാവരും പറയും ഞാൻ പോയില്ല പിന്നെ ആര് പോവാൻ, എൻ്റെ അപ്പം പോയില്ല പിന്നെ ആര് പോവാൻ, ഇങ്ങനെയൊക്കെ പറയുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അവർ പറയുന്നത്? 7-8 അല്ലെങ്കിൽ 10-7 അനുസരിക്കുന്നൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോസ്തലൻ പറയുക, എനിക്ക് ആ നീതി വേണ്ടെന്ന്. ഞാൻ അതിൽ കൂടെ പോവാണേ എത്തത്തില്ല, ക്രിസ്തുവിനെ നേടത്തില്ല, പുനരുദ്ധാനം പ്രാപിക്കത്തില്ല, ഞാൻ നഷ്ടപ്പെട്ടു പോകും. സ്വയനീതിയിൽ ആശ്രയിച്ചാൽ നഷ്ടപ്പെട്ടു പോകും അല്ലേ? പണ്ടൊരിക്കൽ കർത്താവ് എന്നൊരു കഥ പറഞ്ഞു. ഒരു ദിവസം പരീശനും ഒരു
ചുങ്കക്കാരൻ കൂടെ പ്രാർത്ഥിക്കാൻ പോയി. പരീശൻ എന്തോ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മതപരമായ ഭക്തി. കർത്താവ്, ഞാൻ 3 പ്രാവശ്യം ഉപവാസം, 4 പ്രാവശ്യം അവിടെ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. യവൻ എന്താന്ന് പറയും, ചുങ്കക്കാരൻ അല്ലേ? നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ സെയിൽ ടാക്സ് ഇൻസ്പെക്ടർ, എല്ലാ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് യവൻ എന്തോന്ന്. അവൻ പക്ഷെ അവിടെ നിന്ന് നെഞ്ചത്തടിച്ച്, കർത്താവെ പുകഴുവാൻ ഒന്നുമില്ല, നീ തന്നെ കരുണ കാണിക്കണമെന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കരുണ. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവരിൽ ആര് നീതീകരണം പ്രാപിച്ചു? ഈ ചുങ്കക്കാരൻ നീതീകരണവും പ്രാപിച്ച് വീട്ടിൽ പോയെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം അവനെ നീതിമാനായിട്ട് എണ്ണി. അയ്യോ, മറ്റവനോ? അത് വെറും മലമായിരുന്നു. അതെല്ലാം വെറും പുകഴ്ച, ജഡത്തിലെ പുകഴ്ചയായിരുന്നു. അപ്പോൾ കണ്ടോ, ഹൃദയം താഴ്ത്തി. അവിടെ പറയുന്നുണ്ട്, അവൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും അവൻ ശ്രമിക്കാതെ നെഞ്ചത്തിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി പറയാം, എനിക്ക് സ്വന്തം നീതി ഇല്ല കർത്താവേ. ഇവിടെ അപ്പോസ്തലൻ പറയാം, എനിക്ക് സ്വന്തം നീതി വേണ്ട കർത്താവേ. വിശ്വസിക്കുന്നവർക്ക് ദൈവം കടമായി കൊടുക്കുന്ന, സൗജന്യമായി കൊടുക്കുന്ന ഒരു നീതിയുണ്ട്, അത് മതി. അതേതാ നീതി? അതാണ് യേശു ക്രിസ്തുവിലുള്ള നീതീകരണം. എന്താ നീതീകരണം എന്ന് പറഞ്ഞാൽ? നീതിമാനാണെന്നുള്ള പദവി ലഭിക്കുന്നു. നീതിമാനാണെന്ന രീതിയിൽ ദൈവം ഇനി നിങ്ങളുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെടാൻ പോവുക. ഇപ്പം ഞാൻ എല്ലാ വചനവും അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നോക്കുക, എല്ലാം പരിപൂർണമായിട്ട് അനുസരിക്കുകയാണ്. ഞാൻ പോയി ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ ദൈവം എന്നോട് എങ്ങനെ ബന്ധപ്പെടും? എല്ലാ പ്രാർത്ഥനയും കേൾക്കും, എപ്പോഴും എൻ്റെ കൂടെ നടക്കും, എന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കും, എന്നെ പൂർണ്ണമായിട്ട് പ്രസാദിപ്പിക്കും, അല്ലേ? എല്ലാം ചെയ്യും. അത് നിങ്ങൾക്ക് കടമായിട്ട് തരാമെന്ന്. യേശു ക്രിസ്തു പരിപൂർണമായിട്ട് അനുസരിച്ചവനായതുകൊണ്ട് അവൻ്റെ ആ പരിപൂർണ നീതി നിങ്ങൾക്ക് കടമായിട്ട് തന്നേച്ച് നിങ്ങളോട് അവൻ അനുസരിച്ചതുപോലെ ഇടപെടാവും. അതാണ് സുവിശേഷം. റോമാലേഖനം 5-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മനസ്സിലാകും. ഒരുവൻ്റെ അനുസരണം നിമിത്തം അനേകർ നീതിമാന്മാരാകും. അപ്പോൾ എനിക്ക് വേണ്ടി ആരനുസരിച്ചു? കർത്താവ് അനുസരിച്ചു. നീതി ആര് പ്രവർത്തിച്ചു? കർത്താവ് പ്രവർത്തിച്ചു. ഞാൻ അവൻ്റെ കടം വാങ്ങിച്ച് സൗജന്യമായിട്ട് കയറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന. അതെന്താ എൻ്റെ നാമത്തിൽ പറയാത്തേ? സാധാരണഗതിയിൽ ക്രിസ്തുമതം വിടാം. സാധാരണ മതത്തിലൊക്കെ എങ്ങനെയാണ്? ഞാൻ തന്നെ പോയി എൻ്റെ അഡ്രസ്സിലാണ് പ്രാർത്ഥനിക്കുന്നത്. എന്നെ അറിയാമല്ലോ, നീ ആരാ? അല്ല, ഞാനാണ് ഈ ആലയം കെട്ടിയത്, ഞാനാണ് ഇതിന് പൈസ കൊടുത്ത ആൾ, ഞാനാണ് കഴിഞ്ഞ ദിവസം ചോറ് കൂട്ടിയത്, ഞാനാണ് മറ്റേ സൽപ്രവൃത്തി ചെയ്ത ആൾ. എൻ്റെ അഡ്രസ്സിൽ പ്രാർത്ഥന കേൾക്കണേ. നമ്മുടെ സുവിശേഷം ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? നിൻ്റെ പേര് പ്രാർത്ഥിച്ചാൽ ആരും കേൾക്കാൻ പോകുന്നില്ല, കടമായിട്ട് വേറൊരാളുടെ പേര് പ്രാർത്ഥിക്കണം. അല്ലെ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെന്നിട്ട് പറയും, MLA യുടെ കത്തുണ്ട്, അയാളെ ഓർത്തിട്ട് എനിക്ക് ചെയ്തു തരണം. അല്ല, എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ല. അല്ലെ, MLA യുടെ കത്തെന്ന് പറയുന്ന പോലെ പരിപൂർണമായിട്ട് അനുസരിച്ച നീതിമാനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാനിത് ചോദിക്കുന്നത്. അവനോട് നീ കാണിക്കുന്ന ദൈവപ്രസാദം എന്നോട് കാണിക്കണേ. അവനെ നീ അംഗീകരിക്കുന്നത് പോലെ എന്നെ അംഗീകരിക്കണമേ. അവനെ നീ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കണമേ. ഇതാണ് എന്ത്? വിശ്വാസത്താലുള്ള നീതീകരണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പൂർണ്ണ സമാധാനം കടന്നു വരുന്നത്. ദൈവമായിട്ടുള്ള എല്ലാ ശത്രുതയും മാറി, നമ്മുടെയും മാറി, ദൈവത്തിന് നമ്മളോടുള്ളതും മാറി. കണ്ടോ, ഇത് അവിശ്വസനീയമായൊരു സത്യമാണ്. അയ്യോ, എങ്ങനെ? ഞാൻ വെറും പാപി, അല്ലേ? അല്ല, നിങ്ങൾ ശുദ്ധീകരണമൊന്നും പ്രാപിച്ച് നിങ്ങൾ തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. അത് ഭാവി സംഭവിക്കാൻ പോകുന്ന. പക്ഷെ ഇപ്പോഴേ ദൈവം ആ രീതിയിൽ നിങ്ങളോട് ഇടപെടും. കാരണം പദവി തന്നിരിക്കാൻ, നിങ്ങൾ നീതിമാനാണ്, നിങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, അയ്യേ ഇതും ഞാൻ മറ്റേ കഷ്ടപ്പെട്ട അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ നേടിയെടുത്ത സ്വയനീതി, അയ്യേ അതെങ്ങനെ താരതമ്യം ചെയ്യാൻ പോലും കൊള്ളത്തില്ലത്, അത് വെറും ചവറ്, അല്ലേ? നിങ്ങളിനി എല്ലാ മതാനിഷ്ടങ്ങളും ചെയ്താലും, എല്ലാ മതപരമായ ഭക്തിയിലും തീക്ഷ്ണതയോടെ പോയാലും യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിൻ്റെ 7 അയലത്തെത്തുമോ? യേശു ക്രിസ്തു പാപം ചിന്തിച്ചില്ല, പറഞ്ഞില്ല, പ്രവർത്തിച്ചില്ല. അതിൻ്റെ 7 അയലത്തൊന്നും നമ്മളൊന്നും എത്താൻ പോകുന്നില്ല. ആ നീതി, ആ അനുസരണം സൗജന്യമായി വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കാമെന്ന് പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത്, അതൊന്നും വേണ്ട, ഞാൻ തന്നെ ഒരു നീതി ഉണ്ടായിക്കൊള്ളാം, അല്ലേ? ഈ ഞാൻ അതുമായിട്ടൊക്കെ കിടപിടിക്കാൻ കൊള്ളാവുന്ന ആളാണെന്ന്, അല്ലേ? ഇപ്പം നമ്മുടെ അടുത്ത് അംബാനി വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വീട് ഞാൻ കെട്ടിത്തരാം. അയാൾ പോകാൻ പറഞ്ഞു, ഞാൻ ഒരു വീട് സ്വന്തമായിട്ട് കെട്ടിക്കണം. നിങ്ങൾക്ക് എത്ര വരുമാനം? അത് വർഷത്തിലൊരു 1,00,000. അയാളുടെ വരുമാനം എന്താ? അയാൾക്ക് ഒരു ദിവസം തന്നെ കോടികൾ. അപ്പോഴും നമ്മൾ പറയും, നമുക്കുണ്ടാക്കാമെന്നേ, അതിനേക്കാളും വലിയ വീട് ഞാൻ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയും? യോ മണ്ടൻ,
അല്ലേ? ഇത്രയും വലിയ പണക്കാരൻ വന്ന് വീട് വെച്ചാരാന്ന് പറയുമ്പോൾ നമ്മൾ പറയാം നമ്മൾ തന്നെ ഉണ്ടാക്കിക്കോളാം. നിങ്ങൾ ഉണ്ടാക്കും. ഏതെന്നറിയോ? മറ്റേ ഈ പിള്ളേർ മണ്ണ് വെച്ച് കളിക്കുമ്പോൾ ഉണ്ടാക്കുന്ന വീടുണ്ടാക്കും. വലിയ കൊട്ടാരം പോലെ കെട്ടും. അത് കർത്താവ് തന്നെ പറഞ്ഞ പോലെ മണ്ണിൽ പടിയുന്നവൻ കൊടുങ്കാറ്റടിക്കുമ്പം പോയി, എല്ലാം പൊളിഞ്ഞു പോയത് തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് യേശുക്രിസ്തു വന്നിട്ട് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുമെങ്കിൽ എൻ്റെ അനുസരണത്താൽ ഉളവായ പരിപൂർണ നീതി നിങ്ങളുടേതാകും, കടമായിട്ട് ഞാൻ തരാം. അത് വെച്ച് ദൈവം നിങ്ങളോട് ഇടപെടും. അയ്യോ, അത് വേണ്ടെന്നും വെച്ചിട്ട് മതത്തിൻ്റെ പുറകെ പോവുകയും ജഡത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവൻ എന്തോ പറയും നമ്മൾ? ബുദ്ധിഹീനൻ, മണ്ടൻ. അവന് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞൂടാ. നമ്മളൊരു കൊച്ചു കുഞ്ഞിനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ 5 കോടിയും 5 രൂപയും നമ്മളോട് വ്യത്യാസം അറിഞ്ഞൂടാ എന്ന് പറയുന്ന പോലെയാണ്. ഇവർക്ക് അറിവില്ല, അജ്ഞതയിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ അത് അറിയാവുന്നതുകൊണ്ട് അവൻ പറയുകയാണ്, അയ്യോ എനിക്ക് എൻ്റെ സ്വന്തം നീതി വേണ്ട, എനിക്ക് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് കടമായി കൊടുക്കുന്ന, സൗജന്യമായി കൊടുക്കുന്ന, സമ്മാനമായി കൊടുക്കുന്ന നീതി മാത്രം ലഭിച്ച് അവനിലിരിക്കണം. അത് ലഭിക്കുമ്പോഴേ അവനിലിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ ഈ നേരത്തെ പറഞ്ഞ കർത്താവിലെ സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി അവനിലിരുന്നിട്ട് എന്തോ വേണം? അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും എനിക്ക് അനുഭവിക്കണം. കഷ്ടാനുഭവങ്ങളിലേക്ക് കൂടെ വരാം. അടുത്തെന്താണ്? അവനോട് എനിക്ക് ഏകീഭവിക്കണം. അവൻ്റെ മരണ പുനരുത്ഥാന അനുഭവത്തോട് എനിക്ക് ഏകീഭവിക്കണം. അതാണ് സ്നാനത്തിൽ സംഭവിക്കുന്നത്, അല്ലേ? സ്നാനം എല്ലാവർക്കും അറിയാമല്ലോ. വെള്ളത്തിൽ നമ്മൾ മുങ്ങി നിവരുകയാണ്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? കർത്താവിൻ്റെ കൂടെ ഞാൻ മരിച്ചു, കർത്താവിൻ്റെ കൂടെ ഞാൻ എഴുന്നേൽക്കുന്നു, അല്ലേ? പാപസംബന്ധമായി എൻ്റെ പഴയ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ കർത്താവിൻ്റെ കൂടെ മരിച്ചു. കർത്താവ് ഒരിക്കൽ മരിച്ചതുപോലെ ഞാനും അങ്ങ് മരിച്ചു. ഇനി അതിൽ ജീവിക്കത്തില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഉയിർപ്പിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നത് പോലെ ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം, സ്നാനം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ ഇനി എങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്? ഉയിർപ്പിൻ്റെ ശക്തി എന്നിൽ വ്യാപരിച്ച് ഞാൻ ജീവിക്കും, അല്ലാതെ എൻ്റെ ജഡത്തിൽ ആശ്രയിച്ചല്ല. കണ്ടോ? അപ്പോൾ ജഡാശ്രയവും ഉയിർപ്പിൻ്റെ ശക്തിയും കൂടെ ചേർന്ന് പോകത്തില്ല, അല്ലേ? ഉയിർപ്പിൻ്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി വേണേൽ ജഡത്തിൽ ആശ്രയിക്കരുത്, അല്ലേ? ജഡമല്ലത് പരിശുദ്ധാത്മ ശക്തിയാണ്. അപ്പോൾ അത് പ്രാപിക്കണം. പക്ഷേ അത് ആർക്കേ ഉള്ളൂ? ഈ നേരത്തെ പറഞ്ഞ ചപ്പ് ചവറെന്നൊക്കെ എണ്ണുന്നവനെ ഇത് ഒളിതു. അല്ല, മതത്തിൻ്റെ ആത്മാവോടെ ജഡത്തിൽ ആശ്രയിച്ച് വരുന്നവൻ ഈ ശക്തി പ്രാപിക്കത്തില്ല. പലപ്പോഴും ചിലർ പറയും, അയ്യോ പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിയാൽ കൊള്ളായിരുന്നു. ഈ ആശ്രയം മാറിയോ, അല്ലേ? ഇവർക്ക് മതപരമായിട്ട് ഒന്ന് പുകഴാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതത്തിൻ്റെ ആത്മാവ് എപ്പോഴും എന്താ നോക്കുന്നത്? മനുഷ്യനൊന്ന് പുകഴണം. അപ്പോൾ ചിലർ ഈ അഭിഷേകം വേണമെന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് മീറ്റിങ്ങിനൊക്കെ പോയിട്ടൊന്ന് ബോളം വെച്ച് എല്ലാവരും പറയണം ഞാൻ വലിയ അഭിഷേകമുള്ള ആളാണ്. കിട്ടാനേ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് എൻ്റെ ജഡത്തെ ക്രൂശീകരിച്ച് എനിക്ക് യേശു മതിയെന്ന് പറയുന്നവർക്കേ കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടാത്തവർ നേരത്തെ ആൻറ്റി പറഞ്ഞ പോലെ വന്നിട്ട് ഇതൊക്കെ വരെ ജഡമാണെന്നൊക്കെ പറഞ്ഞു വെച്ചു പോകും. അവർക്കൊരു രോമാഞ്ചവും ഇല്ല, അല്ലേ? അവർ വന്നിട്ട് വിധിച്ചുകൊണ്ടും ഇരിക്കും, അല്ലേ? എന്നാൽ ആരെന്ത് പറയട്ടെ, എനിക്ക് യേശു മതിയെന്ന് പറയുന്നവന് അഭിഷേകം ലഭിക്കും, അല്ലേ? തന്നെത്താൻ താഴ്ത്താൻ തയ്യാറാണ്. കർത്താവ് ഞാൻ ചിലപ്പോൾ ഒന്ന് കരഞ്ഞ് ബോളമൊക്കെ വെച്ച് എല്ലാവരും എന്നെ ജഡമെന്നൊക്കെ പറയുമായിരിക്കും, എങ്കിലും എനിക്ക് അഭിഷേകം വേണമെന്ന് പറയുന്നവന് അഭിഷേകം കിട്ടും, അല്ലേ? മറ്റവനൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ നീതീകരണത്തിൻ്റെ വിഷയം, മതപരമായ ഭക്തിയും അനുഷ്ഠാനങ്ങളും കുടുംബ മഹിമയൊക്കെ ചപ്പ് ചവറന്ന് എണ്ണുന്നത് വലിയ കാര്യമായ വിഷയമാണ്. എങ്കിലേ ഈ അറിവ് കിട്ടത്തുള്ളൂ. അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുകയാണ് 11-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം, അല്ലേ? എന്നിട്ട് വല്ല വിധേനയും പുനരുദ്ധാനം പ്രാപിക്കണം. അപ്പോൾ കണ്ടോ, കഷ്ടത ഒരു വരമാണ് ഇവിടെ. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ച് അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ തേജസ്സിൻ്റെ പങ്കാളികളാകണമെങ്കിൽ അതൊരു വരമാണ്. ഫിലിപ്പി ലേഖനം 1:29 വായിച്ചാൽ അറിയാം. ഒന്ന് വായിച്ചേ, ഫിലിപ്പി ലേഖനം 1:29. സാധാരണ വായിച്ച് കേൾക്കാത്തത് കൊണ്ടത് വായിക്കാം. കേട്ടാട്ടെ. ക്രിസ്തയേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അയ്യോ വരമാണെന്ന് കണ്ടോ, വരം നൽകിയിരിക്കുന്നത്. എന്തൊക്കെ വരം? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഒരു വരം. ദൈവമായിട്ട് നമ്മളെ കനിഞ്ഞാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഒരു വരമാണെന്ന്. ഇന്ന് പലരും പ്രസംഗിക്കുന്ന ആ വരമൊന്നും വേണ്ട, കഷ്ടതയൊന്നും ഇല്ല, അഭിവൃദ്ധി എന്ന്. ഇതൊരു വരം, ദൈവം നമുക്ക് തരുന്നൊരു സമ്മാനമാണ്. കാരണം എന്താണ്? റോമാലേഖനം 8 വായിച്ചാൽ അറിയാം, അവനോടുകൂടെ കഷ്ടം സഹിക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും, തേജസ് പ്രാപിക്കും.
അപ്പം നിത്യതയിൽ പ്രതിഫലമുള്ളൊരു കാര്യമാണ് ഇന്ന് കഷ്ടം അനുഭവിക്കുന്നത്, അല്ലേ? അതൊരു ഭാഗ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് സുവിശേഷീകരണത്തിനായിട്ട് നമ്മുടെ സിറ്റിയിൽ പോയി ട്രാക്റ്റ് ഞാൻ ആദ്യം കൊടുത്തത് ആളാരാണെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളി സഭകളെയൊക്കെ തല്ലിപ്പൊളിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇപ്പം പ്രത്യേകിച്ച് പ്രബലരായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ, ആ ക്രിസ്തീയ മാർഗത്തെ തല്ലിപ്പഴിപ്പിക്കുന്ന, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ അടി കൊടുക്കുന്ന ഒരു സംഘടനയിലെ നേതാവിൻ്റെ കയ്യിലാണ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കയ്യിൽ ചുമന്ന ചരടൊക്കെ കണ്ടത്. അയ്യോ! അപ്പം തന്നെ പുള്ളി ഇങ്ങനെ നോക്കി വെച്ച്, അയാളുടെ ഒരു അടി കൊള്ളാനുള്ള ആരോഗ്യം പോലും എനിക്കില്ല. കൈയൊക്കെ ദാണ്ട് എൻ്റെ മുഖത്തിൻ്റെ അത്രയുണ്ട്, കൈയിൻ്റെ വെള്ള ഈ മുഖം അടിച്ച് പൊളിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ കൂടെ വന്ന സഹോദരൻ അപ്പുറത്ത് വേറൊരാൾ കൊടുക്കാൻ പോയിരിക്കുക. അപ്പോൾ ഇയാളിങ്ങനെ വായിച്ചേച്ച്, നീ എവിടെ നിന്ന് വരുന്നു, നിൻ്റെ പേരെന്തുവാ, നിൻ്റെ സ്ഥലം എവിടെ, നിൻ്റെ അച്ഛൻ ആരാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്ക് മനസ്സിലായി, ഇവൻ അഡ്രസ്സുള്ള ആളാണ്, എൻ്റെ അച്ഛൻ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ പോ എന്ന് പറഞ്ഞങ്ങ് വിട്ടു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെ ചുമ്മാ പോയി നമ്മൾ സാഹസികമായിട്ട് സുവിശേഷീകരണം പറഞ്ഞാൽ ഉടനെ അടിയൊന്നും ദൈവം തരത്തില്ല. അടി കിട്ടണേ ഭാഗ്യം വേണം. അന്ന് ഞാൻ പഠിച്ച പാഠമാണ്. അല്ല, ചുമ്മാ നമ്മൾ അങ്ങോട്ട് ചേർച്ചൊന്നൊരു സുവിശേഷം പറഞ്ഞു ഉടനെ അടിയൊന്നുമില്ല. കാരണം അടി ഭാഗ്യമാണ്, ഭാഗ്യം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ അവർക്ക് അടി കൊടുത്തപ്പോൾ അവരെന്തോ പറഞ്ഞ്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യമെന്ന് എണ്ണിയല്ലോ എന്നും പറഞ്ഞ് അവർ സന്തോഷിച്ചെന്ന് കണ്ടോ. അപ്പോൾ കർത്താവിന് വേണ്ടി അടി കൊള്ളണമെങ്കിലേ അതൊരു അനുഗ്രഹമാണ്. നമ്മളാരും പ്രാർത്ഥിക്കാറില്ല ആ അനുഗ്രഹം വേണമെന്ന്. എന്ന് പറഞ്ഞാൽ വേദനയെ സന്തോഷിക്കുന്ന എന്തെങ്കിലും മാനസിക രോഗികളെ അല്ല ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ കർത്താവിന് വേണ്ടി കഷ്ടം. കാരണം എന്താണ്? ഈ കഷ്ടം സഹിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടായ്മ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടോ? എനിക്കൊരു പാസ്റ്റർ അറിയാം, വളരെയധികം പീഡ അനുഭവിച്ച ഒരു പാസ്റ്ററാണ്. ഒരിക്കൽ പുള്ളി ഇവിടെ അല്ല, കേരളത്തിന് പുറത്തൊരിടത്ത് സുവിശേഷീകരണത്തിന് പോയിട്ട് മടങ്ങി വരുമ്പോൾ ഈ പറഞ്ഞ സംഘടനയിലെ ആൾക്കാർ 50 പേര് വന്ന് പുള്ളിയെ ഇരുട്ടടിച്ച് പുള്ളിയുടെ ആന്തരിക അവയവങ്ങളെല്ലാം അടികൊണ്ട് ക്ഷതമേറ്റു. 6 മാസം പുള്ളി എണ്ണത്തോണിയിലായിരുന്നു. എല്ലാ വൈദ്യന്മാരും പറഞ്ഞു ഇനി എഴുന്നേറ്റ് നടക്കുകയില്ല. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഓടിച്ചാടി 10-20 പ്രാർത്ഥനാ മീറ്റിംഗ് നടത്തുന്ന എൻ്റെ ഗ്രാമീണ ശുശ്രൂഷയിലെ ഒരു പാസ്റ്ററാണ്. നിങ്ങൾക്ക് ചിലർക്ക് അറിഞ്ഞുകൊണ്ട്, ഞാൻ ഗ്രാമീണ ശുശ്രൂഷകന്മാരെ ട്രെയിൻ ചെയ്യുന്നതാണ് എൻ്റെ മെയിൻ മിനിസ്ട്രി. അങ്ങനത്തെ പാസ്റ്റേഴ്സിനെ തപ്പിപ്പിടിച്ച് അവരെ ട്രെയിൻ ചെയ്യലാണ് എൻ്റെ മെയിൻ മിനിസ്ട്രി. അപ്പോൾ അതിലെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു മുത്താണ് ഈ പറഞ്ഞ പുള്ളി. ആ പുള്ളി അന്ന് എന്നോട് ഈ കഥ പറഞ്ഞു, പാസ്റ്ററെ, എന്നെ അടിച്ചപ്പോൾ 50 പേരെന്നെ അടിച്ചപ്പോൾ ഞാൻ ഈ അടിയൊന്നുമല്ല അറിഞ്ഞത്. പിന്നെ എന്തോ അറിഞ്ഞേ? ഇത് പുള്ളി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് സന്തോഷക്കണ്ണീരാണ്, അല്ലാതെ എന്നെ അടിച്ചല്ലോ എന്ന് പറഞ്ഞ് സെൻറ്റിമെൻ്റലല്ല, സന്തോഷക്കണ്ണീരെ പറഞ്ഞു. ഞാൻ കർത്താവിനെ കെട്ടിപ്പിടിക്കുന്നതാണ് അനുഭവിച്ചത്. കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഇറങ്ങി വന്നു കണ്ടോ. അപ്പോൾ ഈ അടി കൊള്ളുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ചുമ്മാ പോയി അങ്ങോട്ട് ട്രാക്ട് കൊടുത്താൽ അടിയൊന്നുമില്ല. അതൊരു വലിയ അനുഭവമാണ്. പുള്ളി കണ്ണൊക്കെ നിറഞ്ഞു പറഞ്ഞു, അയ്യോ അടിയൊന്നും ഞാൻ അനുഭവിച്ചില്ല, ഞാൻ വലിയൊരു കെട്ടിപ്പിടുത്തു, ഒരു ആലിംഗനം, യേശു വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പുള്ളി പറയുകയാണ്, ഈ പൗലോസൊക്കെ അപ്പോൾ എന്തോ ആയിരിക്കും അനുഭവിച്ചത്, ഞാൻ അതിൻ്റെ ഒന്നും 1% പോലും അനുവദിച്ചില്ല. അല്ലേ? 2 കൊരിന്ത്യർ 11 എടുത്ത് വായിച്ചാൽ മതി. കർത്താവിൻ്റെ ദാസൻ അപ്പോസ്തലൻ അനുഭവിച്ച എല്ലാ കഷ്ടങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേ? 5 പ്രാവശ്യം അടി കൊണ്ടു, കപ്പൽ ഛേദം, മറ്റേത് മറിച്ചത്, അടി, ഇത് അല്ലേ, എല്ലാം അവിടെ എഴുതി. അപ്പോൾ എന്തോരം കർത്താവിൻ്റെ ആലിംഗനമേറ്റവനാണ് ഈ അപ്പോസ്തലൻ. അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ വളരെ ആഗ്രഹത്തോടെ പറയും, എനിക്ക് കഷ്ടാനുഭവങ്ങൾ തരണേന്ന്. ഇത് പ്രാർത്ഥനയാണ് കേട്ടോ. എനിക്ക് കഷ്ടം, എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞേ പൗലോസിനോട്, അംബീഷൻ ഇതാണ്, എനിക്ക് കഷ്ടാനുഭവങ്ങളുടെ പങ്കാളിത്തം വേണം. അപ്പോൾ തേജസ്സിൽ അതിനാനുപാതികമായ പ്രതിഫലം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ മതത്തിൻ്റെ ആത്മാവുള്ളവൻ ഇത് കൊടുക്കത്തില്ല. കാരണം അതും പറഞ്ഞ് പോഴിച്ചോണ്ട് അടുത്ത ആഴ്ചത്തെ സാക്ഷ്യം, എനിക്ക് അടി കൊണ്ടു തീർന്നു. അതുകൊണ്ട് തന്നെ കൊടുക്കത്തില്ല. മതം ജഡത്തിൽ ആശ്രയിക്കുന്നതിന് ഇതൊന്നും ദൈവം കൊടുക്കത്തില്ല. അല്ലേ? വ്യാജമായി പോകും അതൊക്കെ. അതുകൊണ്ട് കൊടുക്കത്തില്ല. അപ്പോൾ കണ്ടോ, കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം മറന്നുപോലെ, ഇതെല്ലാം അതിനോട് ചേർന്ന് വന്ന് കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ ജഡത്തിൽ ആശ്രയിക്കരുത്. കഷ്ടാനുഭവങ്ങൾ സഹിക്കുവാനുള്ള വരം ലഭിക്കണം. വല്ല വിധേനയും പുനരുത്ഥാനം പ്രാപിക്കണം. നേരത്തെ പറഞ്ഞു 10-ാമത്തെ വാക്യത്തിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കണം. ഇപ്പോൾ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുക, എനിക്ക് ഭാവിയിൽ അക്ഷരാർത്ഥത്തിലുള്ള പുനരുത്ഥാനം അനുഭവിക്കണം. അല്ലേ? പുനരുത്ഥാനത്തിൻ്റെ ഉയിർപ്പിൻ്റെ ശക്തി ഇപ്പോഴേ നമുക്ക് അനുഭവിക്കാം. ഇനി യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷമുള്ള ശരിക്കുള്ള പുനരുത്ഥാനം എനിക്ക് അനുഭവിക്കണം. വല്ല വിധേന എങ്ങനെയും അതൊന്ന് പ്രാപിക്കണം. അതിനുവേണ്ടി ബാക്കിയെല്ലാം ഞാൻ ഉപേക്ഷിച്ച്, ഈ മതപരമായ ചപ്പു ചവറെല്ലാം ഉപേക്ഷിച്ച് ഞാൻ അതിനെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു.
അല്ലേ? പല കാര്യങ്ങൾ കണ്ടെങ്കിലും മെസ്സേജ് വെറും സിമ്പിളാണ്. കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ കർത്താവിൽ പ്രശംസിക്കണം. കർത്താവിൽ പ്രശംസിക്കണമെങ്കിൽ ജഡത്തിൽ ആശ്രയിക്കരുത്. ജഡത്തിൽ ആശ്രയിക്കരുതെന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ വഴിയെ പോകരുത്. അത് ക്രിസ്തു മതമാണേലും പോകരുത്. പിന്നെ എന്തിൻ്റെ വഴിയെ പോകണം? നീതി സൗജന്യമായി ദൈവം നൽകുമെന്ന് പറഞ്ഞ് യേശുവിൽ മാത്രം ആശ്രയിക്കണം. അല്ലേ? യേശുവിൽ മാത്രം ആശ്രയിച്ചാലേ യേശുവിൽ മാത്രം പ്രശംസിക്കാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാവരും ആദരങ്ങൾ തുറന്ന് സ്തുതിച്ചാട്ടെ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ അങ്ങോട്ട് 10 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞു. ഇവിടെ ചിലരൊക്കെ അവിടെ 10 കിലോമീറ്റർ അപ്പുറത്തെത്തി സ്തോത്രം. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഇളക്കപ്പെരുപ്പം കൂടിയതുകൊണ്ടാണോ? അല്ല, കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നതുകൊണ്ടാണ്. അല്ലേ? ഇപ്പം നമ്മളെല്ലാവരും മുങ്ങുക, കപ്പലിൽ നിന്ന് എല്ലാവരും മുങ്ങി. ഒരുത്തന് മാത്രം ഒരു കച്ചിത്തുരുമ്പ് കിട്ടി, അവൻ അതിൻ്റെ മണ്ടയിൽ നിൽക്കുക. എടാ നിനക്ക് വല്ലതും കിട്ടിയോന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കിട്ടി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അവന് മാത്രം എന്തായി വലിയ തുള്ളിച്ചാട്ടം, ഇളക്കപ്പെരുപ്പം കൂടി അവൻ ജഡവാ. അവന് ഭയങ്കര ചേട്ടൻ. നേരത്തെ ഞാൻ പറഞ്ഞു ജഡവാ അവന്. അല്ല, അവന് കിട്ടി, രക്ഷ കിട്ടി. അയ്യോ മുങ്ങിപ്പോണ്ടായിരുന്നു, രക്ഷ കിട്ടി. അനുഭവമുണ്ട്. അനുഭവം ഇല്ലാത്തവൻ ചത്തപോലിരിക്കും. ഹല്ലേലൂയ. അല്ലേ? നമ്മൾ ബഹളമൊന്നും വെക്കത്തില്ല. അതാണ് ഈ അനുഭവം വന്നപ്പോൾ കർത്താവിൽ മാത്രം ആശ്രയമുള്ളവൻ കർത്താവിൽ പ്രശംസിക്കും, കർത്താവിനെ ഉയർത്തും. കർത്താവിലും മതത്തിലും ജഡത്തിലും ഒക്കെ ആശ്രയം വെക്കുന്നവൻ അതിന് ആനുപാതികമായ പ്രശംസയെ ദൈവത്തിന് കൊടുക്കത്തുള്ളൂ. അപ്പോൾ കർത്താവിൽ സന്തോഷിപ്പിൻ സഹോദരന്മാരെ. അതിനെന്ത് വേണം? ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. 3-ാമത്തെ വാക്യം, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ ഈ ആഴ്ച നിങ്ങൾ ജീവിക്കുമ്പോൾ ജഡം പുകഴുവാൻ നോക്കുന്ന സ്ഥലമൊക്കെ നോക്കി വെക്കണം. എന്നിട്ട് അതിനെ ചപ്പൊന്നും ചവറൊന്നും ദൈവസന്നിധിയിൽ ഇരുന്ന് വിളിക്കുവാൻ ദൈവത്തോട് തന്നെ വെളിപ്പാട് ചോദിക്കണം. ഇത് ചുമ്മാ ഒരു മെസ്സേജ് കേട്ടാൽ പോകത്തില്ല. ചിലപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും നിങ്ങളുടെ കുടുംബ മഹിമയിലുള്ള നിങ്ങളുടെ ജഡീകമായ ആശ്രയം വെളിപ്പെട്ട് വരും. അല്ലേ? അയ്യോ ഇത് പെട്ടെന്ന് ഇത് എവിടുന്ന് കയറി വന്നു. അപ്പോൾ പോയി ദൈവസന്നിധിയിൽ പോയിട്ട് പറഞ്ഞു, കർത്താവ് എൻ്റെ കുടുംബം, എൻ്റെ അപ്പൻ ആരാണ്, എൻ്റെ അമ്മ ആരാണെന്നൊക്കെ ഉള്ളത് എനിക്ക് ഉള്ളിൽ വലിയ അഹങ്കാരത്തിന് കാരണമാണ്. ക്രിസ്തയേശുവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാനൊരു വെളിപ്പാടം തരണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ മതപരമായ ഭക്തി, ഞാൻ 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആളാണ്. രക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്, അല്ലാതെ ഏതെങ്കിലും ആലയത്തിൽ പോയിട്ട് പണ്ട് ചെയ്തുകൊണ്ടിരുന്നതല്ല. 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കർത്താവേ ഒരു വെളിപ്പാട് നൽകണേ. യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണ നീതി ലഭിച്ച എനിക്ക് ഈ നീതിയിലുള്ള സന്തോഷം ഒന്ന് നീക്കിത്തരണേ. അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ ജഡത്തിലുള്ള ആശ്രയം വിട്ടുമാറണം. നേരത്തെ പറഞ്ഞതുപോലെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയം എന്ന് പറഞ്ഞാൽ യഹോവയിൽ മാത്രം ആശ്രയം വെക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവർക്കാണ് നീതീകരണവും ഈ പറഞ്ഞ നീതീകരണത്തിൻ്റെ സന്തോഷവും അനുഗ്രഹങ്ങളും. അല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന മാനസാന്തരപ്പെടേണ്ട ആരാ? പാപികൾ മാനസാന്തരപ്പെടട്ടെ എന്ന് പറയും. അതായത് കള്ളു കുടിക്കുന്നവരും പുകവലിക്കുന്നവരൊക്കെ അങ്ങ് മദ്യപാനികളൊക്കെ അങ്ങ് മാനസാന്തരപ്പെടട്ടെ. എന്നാൽ ബൈബിളിൽ അങ്ങനെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. പാപികൾ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ വഴിയെ പോയ പാപിയും മതത്തിൻ്റെ വഴിയെ പോയ പാപിയും മാനസാന്തരപ്പെടണം. അതാണ് എബ്രായർ 6:1. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. അത് എന്താ പറയുക, ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരമല്ല. അത് ജഡത്തിൻ്റെ വഴി പോയവൻ അതും മാനസാന്തരപ്പെടണം. മതത്തിൻ്റെ പുറകെ പോയി രക്ഷ പ്രാപിക്കുവാൻ ജീവനില്ലാത്ത പ്രവൃത്തികൾ, അതാണ് നിർജീവ പ്രവൃത്തികൾ. അതായത് സ്വയനീതി പുറപ്പെടുവിക്കുന്ന മതത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തവർ അത് മാനസാന്തരപ്പെടണം. അല്ലേ? അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് കൂടുതലും അതാ കുഴപ്പം. നമ്മൾ ലോകത്തിൻ്റെ വഴിയൊന്നും പോയവരല്ല, നമ്മൾ മതത്തിൻ്റെ പുറകെയും സ്വയനീതിയുടെ പുറകെയും പോയവരായിരിക്കും. അങ്ങനെയുള്ളവരത് മാനസാന്തരപ്പെട്ട് കർത്താവിൽ മാത്രം ആശ്രയം വെക്കണം. എങ്കിലേ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിൽ സന്തോഷിപ്പീൻ. പൂർണ്ണമായിട്ട് യേശുക്രിസ്തുവിനെ അനുഭവിച്ച് ആ സന്തോഷത്തിൽ നമുക്ക് നീങ്ങാൻ പറ്റത്തും. വളരെ സന്തോഷകരമായൊരു ജീവിതമാണ് ക്രിസ്തു ജീവിതം. കാരണം പൂർണ്ണമായിട്ടും വേറൊരാളെ ആശ്രയിച്ച് ജീവിക്കണം. അതിപ്പോൾ ഒരു സുഖം ജീവിതമുണ്ട്. അല്ലേ? സാധാരണ ഈ പിള്ളേരൊക്കെ പറയും ആരെങ്കിലും ഒരു ജോലിയൊക്കെ തന്നിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ എന്നും, അല്ലേ? അച്ഛനമ്മമാരുള്ളപ്പോൾ നമ്മളൊന്നും അറിയത്തില്ല. അല്ലേ? ഒരു 10-20 വയസ്സ് കഴിയുമ്പോഴാണെങ്കിൽ എല്ലാം സ്വന്തമാണോ ഇനിയിപ്പം? അല്ലേ? എന്ന് പറഞ്ഞ പോലെ പരസഹായത്തിലുള്ള ജീവിതം പോലെ ഒരു സുഖജീവിതം വേറെ ഇല്ല. കർത്താവ് വിളിച്ചിരിക്കുന്നതാണ് പരസഹായത്തിൽ ജീവിക്കുക. നിങ്ങൾ എന്നിൽ ആശ്രയിച്ച് ജീവിക്കുക, നിൻ്റെതൊന്നും വേണ്ടെന്ന് വെക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കർത്താവെ, ക്രിസ്തയേശുവിലുള്ള ആ ആത്മീയ സന്തോഷത്തോടെ ജീവിക്കുവാൻ കർത്താവെ. ഞങ്ങൾക്ക് കർത്താവിൽ സന്തോഷിക്കണം കർത്താവെ, കർത്താവിൽ പ്രശംസിച്ച്, കർത്താവിൽ ആശ്രയിച്ച്, പരിപൂർണ സന്തോഷത്തോടെ, ആത്മസന്തോഷത്തോടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതികൂലങ്ങളും അഭിമുഖീകരിക്കുവാൻ സന്തോഷമുള്ള ഒരു ആത്മീയ ജനമായി മാറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ജഡത്തിൽ ആശ്രയിക്കുകയോ ജഡീക ഭക്തിയിൽ ആശ്രയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ക്രിസ്തുവിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുകയും പ്രശംസിക്കുകയും ചെയ്യാത്തവരായി പോകും. ഞങ്ങൾ മതപരമായ ഭക്തിയിലും അനുഷ്ഠാനങ്ങളിലും കുടുംബമഹിമയിലും ഒക്കെ പ്രശംസിച്ച് അതിനാനുപാതികമായിട്ട് ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ പ്രാഗൽഭ്യവും സന്തോഷവും നഷ്ടപ്പെടുത്തുമെന്ന് ഇന്നത്തെ വചനം പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കർത്താവെ, അപ്പോസ്തലനോട് ചേർന്ന് കർത്താവെ, ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നിമിത്തം, യേശു ക്രിസ്തുവിൻ്റെ പരിപൂർണത, ശ്രേഷ്ഠത, ഉയർച്ച, മഹത്വം എല്ലാം ഓർത്തുകൊണ്ട് മഹത്വമില്ലാത്ത ജഡീക പ്രവൃത്തികൾ, മതപരമായ ഭക്തി, അനുഷ്ഠാനങ്ങൾ, കുടുംബമഹിമ ഇതെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് വെളിപ്പാടിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ കർത്താവെ. ബുദ്ധിപരമായ ജ്ഞാനത്തിലോ വചനത്തിലുള്ള അറിവ് കൊണ്ടോ സാധ്യമല്ല കർത്താവെ. പരിജ്ഞാനം വേണം കർത്താവെ. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ഞങ്ങളുടെ ഉള്ളത്തിൽ ഞങ്ങൾ പുകഴുന്ന ജഡീക, ലൗകിക, കർത്താവെ, ഭൗമികമായ വിഷയങ്ങളെ വിട്ടുകളഞ്ഞ് യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുവാനും പുകഴുവാനും ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തയേശുവിൻ്റെ ശ്രേഷ്ഠത, യേശു ക്രിസ്തുവിൻ മതിയായ ാണെന്ന് എണ്ണുവാൻ കർത്താവെ, അവൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ പര്യാപ്തത ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങൾ മതത്തിൻ്റെ വഴിയെ പോകുവാൻ ഇടയാകരുത്. മതപരമായ ഭക്തിയിൽ കർത്താവെ ആകർഷിക്കപ്പെടുവാനോ ആശ്രയിക്കുവാനോ ഇടയാകരുതേ കർത്താവെ. നിന്നിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലും നിന്നിലുള്ള കർത്താവെ വിശ്വാസത്തിലും ആശ്രയത്തിലും വിശ്രമത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. എൻ്റെ സ്വയനീതി വേണ്ടെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാനും പരിപൂർണ നീതി യേശുക്രിസ്തുവിൽ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് മനസ്സിലാക്കി ആ സുവിശേഷ സത്യത്തിൽ ഉറയ്ക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഈ പ്രദേശത്ത് കർത്താവെ ഒരുപാട് മതപരമായ ഭക്തിയുള്ള അനേക സഹോദരങ്ങളുണ്ട് കർത്താവെ, സുഹൃത്തുക്കളുണ്ട് കർത്താവെ. ഞങ്ങളുടെ തന്നെ ഭവനങ്ങളിൽ തന്നെ അനേകരുണ്ട് കർത്താവെ. മതത്തിൻ്റെ ആ നുകം, അന്ധവിശ്വാസത്തിൻ്റെ ആ നുകം തകർക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഈ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ട് പലരും വിശ്വസിച്ച് ചതിക്കുഴിയിലായിരിക്കുന്നു കർത്താവെ. അവർ ചിന്തിക്കുന്നു അവർ യേശുവിൻ്റെ പുറകെ പോകുന്നവരാണെന്ന്, യേശുവിൻ്റെ മതത്തിൻ്റെ പിൻഗാമികളാണെന്ന് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ചതിക്കപ്പെട്ടിരിക്കുന്ന കർത്താവെ. ഈ ദേശത്തൊരു വിടുതലയക്കണമേ. ക്രിസ്തയേശുവിൻ്റെ സത്യസുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കുവാനും സത്യസുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന നീതീകരണത്തിൻ്റെ ആ വലിയ വെളിപ്പാട് ഈ ദേശത്ത് വ്യാപരിക്കുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മതത്തിൻ്റെ കർത്താവെ അനുഷ്ഠാനങ്ങൾ വേണ്ട, കുടുംബ മഹിമ വേണ്ട, മതപരമായ ഭക്തി പ്രവൃത്തികൾ വേണ്ട. പകരം ഒന്നു മാത്രം മതി, യേശു ക്രിസ്തു, അവൻ്റെ നീതി, അവനിലൂടെ ലഭിക്കുന്ന സൗജന്യമായ നീതീകരണം, അവനിലൂടെ ലഭിക്കുന്ന രക്ഷ മാത്രം മതിയെന്ന് ഏറ്റുപറയുന്ന ഒരു ജനത്തെ കർത്താവ് ഈ ദേശത്ത് ഉണർവിലൂടെ നീ ഉളവാക്കിയെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ദേശത്തെ വേട്ടയാടുന്ന അന്ധവിശ്വാസവും വിഗ്രഹാരാധനയും മതപരമായ കർത്താവ് എല്ലാ അന്ധവിശ്വാസവും നീങ്ങിപ്പോകുവാൻ വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവ് കൃപ ചൊരിഞ്ഞ് ഈ ദേശത്തിനൊരു വിടുതലും ഉണർവും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് മുഖാന്തരമാകുവാൻ ഞങ്ങളെയും കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നേ ദിവസം കർത്താവ് ഈ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കടന്നു വന്ന സഹോദരങ്ങളെ വീണ്ടും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്താണെന്ന് അടിയൻ അറിഞ്ഞുകൂടാ. എങ്കിലും കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിൽ ബലപ്പെടുവാനും കർത്താവിൽ ധൈര്യം കാണുവാനും കർത്താവിൽ സന്തോഷിക്കുവാനും അവരെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ജഡത്തിലോ ജഡത്തിൻ്റെതായ വഴികളിലോ ആശ്രയിക്കാതെ പരിപൂർണമായിട്ട് നിന്നിൽ ചാരുവാൻ അവരെ സഹായിക്കണമേ. ദൈവാശ്രയത്തിലൂടെ വിടുതലും രക്ഷയും കാണുവാൻ അവരെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് പഠിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, മുതിർന്നവരാകട്ടെ, ഉപജീവന മാർഗമാകട്ടെ, ഭാവി കാര്യങ്ങളാകട്ടെ, രോഗമാകട്ടെ, എന്തു വിഷയവുമാകട്ടെ, ദൈവാശ്രയത്തിലൂടെ കടന്നു വരുന്ന വിടുതലും സന്തോഷവും അനുഭവിക്കുവാൻ എല്ലാ കുടുംബങ്ങളെയും പേരുപേരായി നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ നാഥ. ക്രിസ്തയേശുവിൻ്റെ മഹത്വം അറിയുവാനും അറിയിക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.